പറയിപെറ്റ പന്തിരുകുലത്തിൽ ശ്രദ്ധേയനായ ഒരു ദിവ്യനായിരുന്നു നാറാണത്ത് ഭ്രാന്തൻ. ഒരു തോർത്തുമുണ്ടുടുത്ത് മുടിയും താടിയും നീട്ടി വളർത്തി അലക്ഷ്യമായ ജീവിതം നയിച്ചിരുന്നയാളാണ് നാറാണത്ത് ഭ്രാന്തൻ. ഇടതുകാലിൽ മന്തുമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജോലിയൊന്നുമുണ്ടായിരുന്നില്ല. ദിവസവും അടുത്തുള്ള മലയുടെ ചുവട്ടിലെത്തും. വലിയൊരു ഉരുളൻ പാറക്കല്ല് വളരെ ശ്രമപ്പെട്ട് മലയുടെ മുകളിലേക്ക് ഉരുട്ടിക്കയറ്റും. കഠിനാധ്വാനത്തിൻ്റെ ഫലമായി അത് മലയുടെ നെറുകയിലെത്തും. എന്നിട്ട് കല്ല് താഴേക്ക് ഉരുട്ടിയിടും. അത് വേഗത്തിൽ ഉരുണ്ടുപോകുന്നത് നോക്കി കൈകൊട്ടിച്ചിരിക്കും. ദിവസവും ഈ പ്രവൃത്തി അദ്ദേഹം ആവർത്തിച്ചിരുന്നു. കാണുന്നവർക്ക് ഈ മനുഷ്യന് ഭ്രാന്താണ് എന്നേ തോന്നിയിരുന്നുള്ളൂ. വലിയൊരു സാരോപദേശം മനുഷ്യന് നൽകുകയായിരുന്നു ആ പ്രവൃത്തിയിലൂടെ അദ്ദേഹം ചെയ്തിരുന്നത്. ഉന്നതങ്ങളിലെത്താൻ കഠിനപ്രയത്നം ആവശ്യമാണ്. അത് നശിപ്പിക്കാൻ നിഷ്പ്രയാസം കഴിയും. നല്ല പേര് സമ്പാദിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ദുഷ്പേരുണ്ടാക്കാൻ നിമിഷനേരം മതി. മനുഷ്യാവസ്ഥയെക്കുറിച്ച് മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാവും അദ്ദേഹം ഈ പ്രവൃത്തി തുടർന്നത്. കല്ലുരുട്ടി കയറ്റുന്ന ജോലി കഴിഞ്ഞാൽ നാറാണത്ത് ഭ്രാന്തൻ ഭിക്ഷയാചിക്കാനിറങ്ങും. കയ്യിലൊരു ചെമ്പുപാത്രവും ഉണ്ടാകും. ഭിക്ഷയായി കിട്ടുന്ന അരി സ്വയം പാകം ചെയ്തു മാത്രമേ ഭക്ഷിക്കൂ. അതും രാത്രി ഒരു നേരം മാത്രം. വൈകുന്നേരമാകുമ്പോൾ ഭിക്ഷയാചിച്ച് എവിടെ എത്തുന്നുവോ അവിടെ വച്ച് സ്വയം പാകം ചെയ്യും. അവിടെ ഇരുന്ന് ഭക്ഷിക്കും. അവിടെ തന്നെ കിടന്നുറങ്ങും. ഇതായിരുന്നു പതിവ്. നേരം വെളുത്താൽ എഴുന്നേറ്റ് മലഞ്ചുവട്ടിലേക്ക് നടക്കും. ഉച്ചവരെ കല്ലുരുട്ടുന്ന ജോലിയിൽ മുഴുകും. ഉച്ച കഴിഞ്ഞ് ഭിക്ഷാടനത്തിന് പുറപ്പെടും. ഒരു ദിവസം സന്ധ്യയായപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ ഭിക്ഷാടനം കഴിഞ്ഞ് എത്തിച്ചേർന്നത് ഒരു ശ്മശാനത്തിലായിരുന്നു. ഒരു ശവം ദഹിപ്പിച്ചിട്ട് ആളുകൾ പിരിഞ്ഞുപോയ സമയമായിരുന്നു അത്. ചുടലയിൽ ധാരാളം തീയും കത്തിത്തീരാത്ത വിറക് കഷ്ണങ്ങളുമുണ്ടായിരുന്നു. അരി വേവിക്കാൻ പറ്റിയിടം അതാണെന്ന് നാറാണത്ത് ഭ്രാന്തന് തോന്നി. അദ്ദേഹം 3 കല്ലുകളെടുത്ത് പട്ടടയോട് ചേർത്ത് ഒരടുപ്പ് കൂട്ടി. അടുത്തുള്ള നദിയിൽ നിന്ന് വെള്ളവും കോരിക്കൊണ്ടുവന്നു. അരിയും വെള്ളവും ഒരുമിച്ച് അടുപ്പത്ത് വെച്ചു. പട്ടടയിൽ നിന്ന് കുറെ തീക്കനൽ നീക്കി അടുപ്പിലിട്ടു. പിന്നെ ഏതാനും വിറകെടുത്തു വെച്ചു. തീ നന്നായി കത്താൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം കുറച്ച് മന്തുള്ള ഇടതുകാൽ പൊക്കി അടുപ്പുകല്ലിന്മേൽ വെച്ചു. അങ്ങനെ തീ കാഞ്ഞുകൊണ്ട് ഉറക്കവും തൂങ്ങി അദ്ദേഹം അടുപ്പിനടുത്തിരുന്നു. ഇടയ്ക്കിടെ ഒരു മൂളിപ്പാട്ടും പാടുന്നുണ്ടായിരുന്നു. മഞ്ഞുകാലമായതുകൊണ്ട് തീ കായാനും ഒരു സുഖമുണ്ടായിരുന്നു. അർദ്ധരാത്രിയായപ്പോൾ ചുടലഭദ്രകാളി ഭൂതപ്രേത പിശാചുക്കളുടെ അകമ്പടിയോടെ ശ്മശാനത്തിലേക്ക് എഴുന്നള്ളി. അവരുടെ അലർച്ചയും അട്ടഹാസവും പരിസരം വിറപ്പിക്കുന്ന തരത്തിൽ ഭയാനകമായിരുന്നു. പക്ഷേ നാറാണത്ത് ഭ്രാന്തൻ അതൊന്നും കേട്ടതായി പോലും ഭാവിച്ചില്ല. ഒരു കുലുക്കവുമില്ലാതെ അദ്ദേഹം അവിടെ ഇരുന്ന് തീ കാഞ്ഞു. ഭദ്രകാളിയും കൂട്ടരും പതിവില്ലാതെ അവിടെ ഒരു മനുഷ്യനിരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു. ആരാണിവിടെ ഇരിക്കുന്നത്? വേഗം എഴുന്നേറ്റു പോകൂ. ഭദ്രകാളി അലറി. നിങ്ങൾക്ക് കണ്ണില്ലേ? ഒരു മനുഷ്യനാണിവിടെ ഇരിക്കുന്നത്. തൽക്കാലം ഇവിടെ നിന്ന് പോകാൻ മനസ്സില്ല. നാറാണത്ത് ഭ്രാന്തൻ കൂസലില്ലാതെ മറുപടി പറഞ്ഞു. അത്ര ധിക്കാരമാണെങ്കിൽ നിന്നെ ഞങ്ങൾ പേടിപ്പിക്കും. നിങ്ങൾ പേടിപ്പിച്ചാലും ഞാൻ പേടിച്ചില്ലെങ്കിലോ? നാറാണത്ത് ഭ്രാന്തൻ ചോദിച്ചു. ഞങ്ങൾ പേടിപ്പിച്ചാൽ ആരാണ് പേടിക്കാത്തത്? ഭദ്രകാളി തിരിച്ചു ചോദിച്ചു. അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാട്ടെ. നാറാണത്ത് ഭ്രാന്തൻ്റെ മറുപടി കേട്ട് ഭദ്രകാളിക്കും കൂട്ടർക്കും അസഹ്യമായ കോപമുണ്ടായി. അവർ കണ്ണുകൾ തീക്കട്ട പോലെ ജ്വലിപ്പിച്ചു. ചുവന്ന നീണ്ട നാക്കുകൾ രക്തം നുണയാനെന്ന മട്ടിൽ പുറത്തേക്ക് നീട്ടി വളച്ചു. കൂർത്ത ദംഷ്ട്രകൾ പുറത്തേക്ക് കാട്ടി അലറി. ആരെയും ഭയചകിതരാക്കുന്ന അട്ടഹാസത്തോടുകൂടി അവരെല്ലാവരും കൂടി നാറാണത്ത് ഭ്രാന്തൻ്റെ നേരെ പാഞ്ഞു വന്നു. ഇതൊക്കെ കണ്ടിട്ടും നോക്കിയിരുന്നു ചിരിച്ചതല്ലാതെ നാറാണത്ത് ഭ്രാന്തൻ അല്പം പോലും ഭയന്നില്ല. തങ്ങളുടെ ശ്രമം പൂർണ്ണ പരാജയമായതറിഞ്ഞ ഭദ്രകാളിയും ഭൂതപ്രേതാദികളും ലജ്ജ കൊണ്ട് മുഖം കുനിച്ചുപോയി. എന്താ, പേടിപ്പിച്ചു കഴിഞ്ഞോ? നാറാണത്ത് ഭ്രാന്തൻ പരിഹാസത്തോടെ ചോദിച്ചു. അല്ലയോ മഹാനുഭാവ, അങ്ങ് ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ചുടലയിൽ നൃത്തം ചെയ്യാൻ വന്നതാണ്. അങ്ങ് ദയവായി ഇവിടെ നിന്ന് മാറിത്തരണം, ഭദ്രകാളി പറഞ്ഞു. നിങ്ങൾ ഒരു ഭാഗത്തേക്ക് മാറി നിന്ന് നൃത്തം ചെയ്തുകൊള്ളുവിൻ. അതിന് ഞാൻ പോകണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തിനാ?
മനുഷ്യർ കാണുകയും നൃത്തം ചെയ്യാൻ പാടില്ല. അതിനാലാണ് അങ്ങ് മാറിത്തരാൻ അപേക്ഷിക്കുന്നത്. ഏതായാലും ഞാനിവിടെ നിന്ന് മാറുന്ന പ്രശ്നമില്ല. ഞാനിരിക്കുമ്പോൾ നൃത്തം ചെയ്തില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ നൃത്തം ചെയ്യേണ്ട. നൃത്തം നാളത്തേക്ക് മാറ്റുക. നൃത്തം നാളെയാക്കാൻ പറ്റില്ല, ഇന്നാണ് പതിവ്, ഭദ്രകാളി വീണ്ടും പറഞ്ഞു. എന്നാൽ പതിവ് നടക്കട്ടെ. പക്ഷേ എന്നെ ഇവിടെ നിന്ന് മാറ്റിയിട്ടാകാമെന്ന് കരുതണ്ട. എനിക്കും ചില പതിവുകളൊക്കെയുണ്ട്. തീയും ജലവും കിട്ടുന്ന ദിക്കിൽ അരിവയ്ക്കും. വയ്ക്കുന്നിടത്തുണ്ണും, ഉണ്ണുന്നിടത്തുറങ്ങും. ഈ ചിട്ടയ്ക്ക് മാറ്റം വരുത്താൻ നിവർത്തിയില്ല. എത്ര നിർബന്ധിച്ചിട്ടും നാറാണത്ത് ഭ്രാന്തൻ പോകുന്നില്ലെന്നായപ്പോൾ ഭദ്രകാളി ഇങ്ങനെ പറഞ്ഞു. അങ്ങ് ഒരു വിധത്തിലും പിന്മാറുകയില്ലെന്ന് ഉറപ്പായതിനാൽ ഞങ്ങൾ തന്നെ ഒഴിഞ്ഞു പോയിക്കോളാം. മനുഷ്യരെ നേരിട്ട് കാണാനിടയായാൽ അവരെ ശപിക്കുകയോ അനുഗ്രഹിക്കുകയോ ചെയ്യാതെ പോകാൻ പാടില്ലെന്നാണ് ഞങ്ങളുടെ ശാസ്ത്രം. ദിവ്യനായ അങ്ങയെ ശപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങയെ അനുഗ്രഹിക്കാം. എന്തു വരം വേണമെന്ന് പറഞ്ഞാലും. എനിക്ക് നിങ്ങളുടെ അനുഗ്രഹമൊന്നും വേണ്ട. നിങ്ങൾ പോയി തന്നാൽ മതി. എൻ്റെ ചോറ് വെന്തു കഴിഞ്ഞു, ഞാൻ ഉണ്ണട്ടെ. അയ്യോ, അങ്ങനെ പറയരുത്. എന്തെങ്കിലും വരം അങ്ങ് ഞങ്ങളിൽ നിന്ന് വാങ്ങണം. വരം തരാതെ പോകാൻ പറ്റില്ല, ഭദ്രകാളി ശഠിച്ചു. ഇതൊരു ശല്യമായല്ലോ. നിർബന്ധമാണെങ്കിൽ എന്തെങ്കിലും വരം ചോദിക്കാം. ഞാൻ എന്നു മരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? നാറാണത്ത് ഭ്രാന്തൻ ചോദിച്ചു. അറിയാമല്ലോ. അങ്ങ് ഇനി 36 കൊല്ലവും 6 മാസവും 12 ദിവസവും 5 നാഴികയും 3 വിനാഴികയും കഴിയുമ്പോൾ മരിക്കും. എങ്കിൽ എനിക്കതിൽ നിന്നും ഒരു ദിവസം കൂടി കൂടുതലായി ജീവിച്ചിരിക്കാൻ വരം തരണം. ആ വരം തരാൻ നിവൃത്തിയില്ല. ഞങ്ങൾ വിചാരിച്ചാൽ ഒരു ദിവസമെന്നല്ല, ഒരു വിനാഴിക സമയം പോലും കൂടുതൽ ആയുസ് തരാൻ സാധിക്കില്ല. ഭദ്രകാളി തൻ്റെ ബുദ്ധിമുട്ട് അറിയിച്ചു. എങ്കിൽ ആയുസ് നീട്ടേണ്ട. ഒരു ദിവസം മുമ്പേ എനിക്ക് മരിക്കണം. അങ്ങനെ വരം തന്നാൽ മതി. അതും അനുവദിക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല എന്നറിയിക്കുന്നതിൽ ഖേദമുണ്ട്. എൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ ശക്തിയില്ലാത്ത നിങ്ങൾ അനുഗ്രഹിക്കാൻ വന്നതെന്തിന്? എനിക്കറിയാം നിങ്ങളെ കൊണ്ട് ഒന്നും സാധിക്കില്ലെന്ന്. അതുകൊണ്ടാണ് വരമൊന്നും വേണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. നാറാണത്ത് ഭ്രാന്തൻ അലക്ഷ്യമായി പറഞ്ഞു. അങ്ങ് ഞങ്ങൾ വിചാരിച്ചാൽ തരാൻ കഴിയുന്ന ഒരു വരം ആവശ്യപ്പെടണം. ഭദ്രകാളി വീണ്ടും നിർബന്ധിച്ചു. ഈ ശല്യങ്ങളെ എത്രയും വേഗം ഒഴിവാക്കിയാൽ മതിയെന്നായി നാറാണത്ത് ഭ്രാന്തന്. വരം ചോദിച്ചില്ലെങ്കിൽ അവർ പോവുകയുമില്ല. എങ്കിലൊരു കാര്യം ചെയ്യുക. എൻ്റെ ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറ്റി തന്നേക്കൂ. അദ്ദേഹം ആവശ്യപ്പെട്ട വരം അതായിരുന്നു. ഭദ്രകാളി സന്തോഷത്തോടെ ആ വരം അനുഗ്രഹിച്ച് നൽകിയിട്ട് പരിവാരങ്ങളുമൊത്ത് ശ്മശാനം വിട്ടുപോയി. അനുഗ്രഹപ്രകാരം നാറാണത്ത് ഭ്രാന്തൻ്റെ ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറി. അദ്ദേഹം ഊണ് കഴിച്ചിട്ട് അവിടെ തന്നെ കിടന്നുറക്കവുമായി. നേരം വെളുത്തപ്പോൾ എഴുന്നേറ്റ് മലഞ്ചെരുവിലേക്ക് പോയി. ആരു വിചാരിച്ചാലും ഈശ്വരകൽപ്പിതത്തെ മാറ്റുക സാധ്യമല്ല. ഒരിക്കൽ നീചജാതിക്കാരനായ ഒരാളുടെ വീട്ടിൽ ശ്രാദ്ധം നടക്കുന്നതറിഞ്ഞ് ശ്രാദ്ധമുണ്ണാനായി നാറാണത്ത് ഭ്രാന്തൻ അങ്ങോട്ട് പോയി. അതുകൊണ്ട് മറ്റൊരാൾ കൂടി അദ്ദേഹത്തോടൊപ്പം കൂടി. ശ്രാദ്ധമുണ്ണാൻ ഞാനും കൂടി താങ്കളോടൊപ്പം വരികയാണ്. വിരോധമില്ല, പോന്നോളൂ. രണ്ടുപേരും നീചജാതിക്കാരൻ്റെ വീട്ടിലെത്തി. ശ്രാദ്ധത്തിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് സദ്യ വിളമ്പി രണ്ടുപേരും മൂക്കുമുട്ടെ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് നാറാണത്ത് ഭ്രാന്തൻ മടങ്ങി. അപ്പോൾ മറ്റേയാളും ഒപ്പം കൂടി. കുറച്ചു ദൂരം ചെന്നപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. ശരിയാണ്, എനിക്കും വല്ലാത്ത ദാഹം. മറ്റേയാളും പറഞ്ഞു. ദാഹിക്കുന്നെങ്കിൽ അതിന് നിവർത്തിയുണ്ടാക്കാം, അദ്ദേഹം പറഞ്ഞു. ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റൊരാളും അതേപടി അനുകരിക്കാൻ ശ്രമിക്കുന്നത് നല്ലൊരു പ്രവൃത്തിയായി നാറാണത്ത് ഭ്രാന്തന് തോന്നിയില്ല. കുറച്ചു ദൂരം നടന്നപ്പോൾ ഒരു മൂശാരിയുടെ വീട് കണ്ടു. നാറാണത്ത് ഭ്രാന്തൻ അങ്ങോട്ട് കയറി. മറ്റേയാളും കൂടെ കയറി. മൂശാരി വലിയൊരു വാർപ്പുണ്ടാക്കാനായി ഓട് ചൂളയിൽ വെച്ച് ഉരുക്കുകയായിരുന്നു. ഓട് ദ്രാവക രൂപത്തിൽ തീക്കട്ട പോലെ തിളച്ചുരുകി കിടക്കുന്നത് അവർ കണ്ടു. നാറാണത്ത് ഭ്രാന്തൻ അതിനടുത്തേക്ക് ചെന്ന് 2 കൈകൊണ്ടും ആ ദ്രാവകം വെള്ളമെന്ന പോലെ കോരിക്കുടിച്ചു. മൂശാരിയും കൂടെ വന്നയാളും അത്ഭുതത്താൽ വായു പൊളിച്ചുപോയി. നിങ്ങളും കുടിക്കൂ, നാറാണത്ത് ഭ്രാന്തൻ സഹയാത്രികനോട് ആവശ്യപ്പെട്ടു. അയ്യോ, ഉരുകിയ ദ്രാവകം കുടിക്കാനോ?
വായും കൂടലുമൊക്കെ ഒരുക്കി ഞാൻ ചത്തുപോവില്ലേ? അയാൾ ഭയന്നുപോയി. എങ്കിൽ തനിക്ക് ഭ്രഷ്ടുണ്ട്. ഞാൻ ഉണ്ണുന്നിടത്തൊക്കെ ഉണ്ടാൽ ഞാൻ കുടിക്കുന്നതൊക്കെ കുടിക്കണം. ഇത്രയും പറഞ്ഞിട്ട് നാറാണത്ത് ഭ്രാന്തൻ നടന്നുപോയി. മലമുകളിൽ കല്ലുരുട്ടി കയറ്റുന്നത് പോലെ നാറാണത്ത് ഭ്രാന്തന് മറ്റൊരു വിനോദമുണ്ടായിരുന്നു. കട്ടുറുമ്പുകൾ വരിവരിയായി പോകുന്നത് കണ്ടാൽ അദ്ദേഹം അത് എണ്ണിക്കൊണ്ടിരിക്കും. ഒരിക്കൽ അദ്ദേഹം ഉറുമ്പുകളെ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ വയറുവേദനക്കാരനായ ഒരാൾ അതുവഴി വന്നു. വളരെ കാലമായി അയാൾ വയറുവേദനയ്ക്ക് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാറാണത്ത് ഭ്രാന്തൻ കട്ടുറുമ്പുകളെ എണ്ണുന്നത് കണ്ടപ്പോൾ അയാൾ തമാശയ്ക്കായി ചോദിച്ചു, എത്രയായി ഇതുവരെ? 10,000 കടന്നുപോയി. ഇനി 10,000 ഉണ്ട്. അതും കൂടി പോകണം, എങ്കിൽ സുഖമാകും. വയറുവേദനയ്ക്കായി അയാൾ അതുവരെ 10,000 രൂപ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. 10,000 രൂപ കൂടി അതിനു വേണ്ടി അയാൾ കരുതി വച്ചിരുന്നു. അതും കൂടി ചെലവായാലേ തൻ്റെ വയറുവേദന പൂർണ്ണമായും മാറുകയുള്ളൂ എന്നാണ് നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞതെന്ന് ബുദ്ധിമാനായ അയാൾ മനസ്സിലാക്കി. താമസിയാതെ അയാൾ കരുതി വച്ചിരുന്ന 10,000 രൂപ ചികിത്സയ്ക്കും സത്കർമ്മങ്ങൾക്കും കൂടി ചെലവാക്കി. അതോടെ അയാൾക്ക് വയറുവേദന പൂർണ്ണമായും ഭേദമായി. അനുഭവത്തിലൂടെ നാറാണത്ത് ഭ്രാന്തൻ്റെ ദിവ്യത്വം അയാൾക്ക് ബോധ്യപ്പെട്ടു. ഇത്തരത്തിലുള്ള നിരവധി അത്ഭുതകൃത്യങ്ങൾ നാറാണത്ത് ഭ്രാന്തൻ നടത്തിയിട്ടുണ്ട്. ഗ്രീക്ക് മിത്തോളജിയിലെ സിസിഫസിൻ്റെ കഥയുമായി നാറാണത്ത് ഭ്രാന്തൻ്റെ കഥയ്ക്ക് വലിയ സാദൃശ്യമുണ്ട്. സിസിഫസും നാറാണത്ത് ഭ്രാന്തനെ പോലെ മലമുകളിലേക്ക് കല്ലുരുട്ടി കയറ്റി വളരെ പണിപ്പെട്ട് ഉരുട്ടി കയറ്റിയ കല്ല് താഴേക്ക് ഉരുട്ടിവിട്ട് അത് ഉരുണ്ടുപോകുന്നത് നോക്കി കൈകൊട്ടി ചിരിച്ചിരുന്നു. ഈ കല്ലിൻ്റെ ഉരുട്ടിക്കയറ്റലും താഴേക്കുള്ള ഉരുണ്ടുപോക്കും മനുഷ്യ ജീവിതവുമായിട്ടാണ് അവർ സാദൃശ്യം ചെയ്യുന്നത്. നമ്മൾ ഈ ജീവിതം അർത്ഥപൂർണമാക്കാൻ എന്തൊക്കെ ചെയ്യുന്നു? പലതും പഠിക്കുന്നു, വലിയ ജോലികൾ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു, സ്വത്ത് സമ്പാദിക്കുന്നു. സ്വത്ത് സമ്പാദിക്കാനുള്ള ഓട്ടപ്പാച്ചിലിൽ ഏറെ നാളും കടന്നു പോകുന്നു. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ജീവിതമെന്ന് പറയുന്നത് ഈ കല്ല് ഉരുണ്ടുപോകുന്നത് പോലെ ലാഘവമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം മീനിങ്ലെസ് ആണ് എന്ന് പറയുന്ന എക്സിസ്റ്റൻഷ്യലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ് ഈ മിത്ത് ഓഫ് സിസിഫസ് എന്ന് പറയുന്നത്. എക്സിസ്റ്റൻഷ്യലിസ്റ്റ് റൈറ്റേഴ്സായിട്ടുള്ള ആൽബർട്ട് ക്യാമുവിനെ പോലെയുള്ളവരെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു ചിന്തയാണ് ഇത്. ആൽബർട്ട് ക്യാമുവിൻ്റെ വളരെ പ്രസിദ്ധമായൊരു പുസ്തകത്തിൻ്റെ പേരും മിത്ത് ഓഫ് സിസിഫസ് എന്നാണ്.